സയ്യിദി നഫീസത്തുൽ മിസ്രി അള്ളാഹുവിന്റെ വലിയത്താണ്. ആ മഹദിയുടെ അരികിലേക്ക് ഷാഫി ഇമാമിന്റെ തലക്ക് തല്ലുകൊണ്ടതിന് ശേഷം ഒരുത്തൻ വന്നുകൊണ്ട് തച്ചു. ഒലക്ക കൊണ്ട് തലക്ക് തച്ച് തല പൊളിഞ്ഞു പോയി. ആധുനിക ചികിത്സകൾ ഉണ്ടെങ്കിൽ തന്നെ രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ആ രൂപത്തിൽ തലക്ക് അപകടം സംഭവിച്ചു പോയി. ബഹുമാനപ്പെട്ട ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു ആളെ പറഞ്ഞയച്ചു. ശിഷ്യനെ പറഞ്ഞയച്ചപ്പോൾ നഫീസത്തുൽ മിസ്രിയ രോഗം ശിഫയാക്കാൻ വേണ്ടി ദുആ ചെയ്തില്ല. നഫീസത്തുൽ മിസ്രിയ ദുആ ചെയ്തില്ല, മറിച്ച് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ലിഖാഇനെ ഷാഫി ഇമാമിന് കൊടുക്കട്ടെ. അല്ലാഹു തആല ഷാഫി ഇമാമിന് അല്ലാഹുവിന്റെ ലിഖാഹ് കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ ലിഖാഹ് ആണല്ലോ ഏറ്റവും വലിയ അനുഗ്രഹം. അല്ലാഹു പാവങ്ങളായ നമുക്കത് അവരുടെ പിന്നിലായിട്ടെങ്കിലും നൽകുമാറാകട്ടെ. അഹദവന്റെ ലിഖാവർക്ക് ചെയ്തിടട്ടുത്തേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ ഇമാം ഷാഫിക്ക് അല്ലാഹു തആല തൗഫീഖ് കൊടുക്കട്ടെ. എന്തുത്തേ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു. ഉത്തു എന്ന് പറഞ്ഞാൽ പറഞ്ഞു. അത് ആ വിവരം വന്ന് ഇമാം ഷാഫിയോട് പറഞ്ഞപ്പോൾ ഇമാമിന് ഷാഫി പറഞ്ഞ വാക്കെന്താണ്? ഞാൻ ഒരിക്കലും ഈ രോഗത്തിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല. ഞാൻ മരിച്ചാൽ നഫീസ ബീവിയെ കൊണ്ട് മയ്യത്ത് നിസ്കരിപ്പിക്കണം. ഷാഫി മദ്ഹബിൽ പെണ്ണുങ്ങൾക്ക് മയ്യത്ത് നിസ്കാരമില്ല. പുരുഷന്മാരുണ്ടാകുമ്പോൾ പെണ്ണുങ്ങൾ മയ്യത്ത് നിസ്കരിച്ചാൽ സ്വഹിയാകുകയുമില്ല. പുരുഷന്മാരുടെ മുമ്പ് പെണ്ണ് മയ്യത്ത് നിസ്കരിച്ചാൽ അത് സ്വഹിയാകുകയില്ല, ഹറാമാണ്. പുരുഷന്മാരില്ലാത്ത സ്ഥലത്ത് ആണെങ്കിൽ അവർക്ക് നിർബന്ധമാണ്. അല്ലാതെ ഷാഫി മദ്ഹബിൽ പെണ്ണിന് മയ്യത്ത് നിസ്കാരം ഒറ്റക്കായാലും ജമാഅത്തായാലും ചെയ്യുക സുന്നത്തുള്ള കാര്യമല്ല, അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതും ചെയ്യുകയാണെങ്കിൽ പുരുഷന്മാരുടെ ശേഷം ചെയ്യണം. അതും ചെയ്യുകയാണെങ്കിൽ പുരുഷന്മാരുടെ ശേഷം ചെയ്യണം. അനുവദിക്കപ്പെട്ട കാര്യം മാത്രമാണ്, അത് സുന്നത്തില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കാലത്ത് എത്രയോ ആളുകൾ മരിച്ചിട്ടുണ്ട്. മഹദിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ കാലത്ത് എത്രയോ ആളുകൾ മരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് എത്രയോ ആളുകൾ മരിച്ചിട്ടുണ്ട്. അവർക്കൊന്നും ഒരു പെണ്ണ് മയ്യത്ത് നിസ്കരിച്ചത് കാണാൻ സാധ്യമല്ല. പിന്നെ എന്താണ്? ഇമാമുന ഷാഫിയുടെ മദ്ഹബിൽ അങ്ങനെ ഒരു അഭിപ്രായമില്ലാതെ കണ്ട്, ഷാഫി ഇമാം അത് പറയാതെ കണ്ട്, അത് സുന്നത്തുണ്ടെന്ന് പറയാത്ത ഒരു സംഭവത്തെ ഇമാമുന ഷാഫി പറയാനുള്ള കാരണം എന്താണ്? മഹദിയായ നഫീസ ഉത്തരം കിട്ടിയിരുന്ന പെണ്ണായിരുന്നു. അതുകൊണ്ട് അനുവദിക്കപ്പെട്ട കാര്യമല്ലേ വിഷയം. അതെങ്കിലും എനിക്ക് ചെയ്തിട്ട് എനിക്ക് ഉത്തരം കിട്ടി ഞാൻ രക്ഷപ്പെടണമെന്ന ആഗ്രഹമായിരുന്നു ഇമാമുന ഷാഫി തങ്ങൾക്കുണ്ടായിരുന്നത്. ഇതെടുത്തിട്ട് സ്ത്രീകളുടെ മയ്യിത്ത് നിസ്കാരത്തിന് തെളിവ് പറയുന്നവരുണ്ട്. അവർക്ക് തലയില്ലാതെ പോയി. ഷാഫി ഇമാമിന്റെ മദ്ഹബിൽ അങ്ങനെയില്ല. അങ്ങനെ ഒരു ഫിഖ്ഹിന്റെ കിതാബിലും കാണിക്കാനും സാധ്യമല്ല. ചിലരൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചത് കാണാം. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിന്റെ മറുപടി പറഞ്ഞാൽ സദസ്സ് മറ്റൊന്നിലേക്ക് പോകുന്നതാണ്. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്തത് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ അവരുടെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു മദ്ഹബിൽ അങ്ങനെയില്ല. ഇത് തെളിവാക്കിയെടുത്തുകൊണ്ട് പലരും നമ്മുടെ നാട്ടിലും മറുനാടുകളിലും പലരും തെളിവായി പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇമാമിങ്ങൾ എഴുതി വച്ചത് ഷാഫി മദ്ഹബിലെ കിതാബിൽ ശറഹുൽ ബഹ്ജയിൽ കാണാം. അർറാജിഹു മന്നു സ്വലാത്തിഹിന്ന ലിഅന്നഹു ലാ വജ്ഹ ലിസ്സിഹ്ഹത്തി മഅ ബഖാഇൽ ഫർള്. അർറാജിഹു ഷാഫി മദ്ഹബിൽ ബലപ്പെട്ട അഭിപ്രായം മന്നു സ്വലാത്തിഹിന്ന സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കൽ പാടില്ല, ഹറാമാണെന്നതാണ്. എങ്ങനെ ഹറാം എന്ന് മന്നിന് കിട്ടുക? അടുത്ത് വരും. മന്നു സ്വലാത്തിഹിന്ന ലിഅന്നഹു ലാ വജ്ഹ ലിസ്സിഹ്ഹത്തി, കാരണം സ്വഹിയാകാൻ ഒരു ചാൻസുമില്ല. നിസ്കാരം സ്വഹിയാകാൻ, മയ്യിത്ത് നിസ്കാരം സ്വഹിയാകാൻ ചാൻസ് ഇല്ല. സ്വഹിയല്ലാത്ത അമല് ചെയ്യൽ ഷാഫി മദ്ഹബിൽ ഹറാമാണ്. അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബിലും ഹറാമാണ്. മറ്റ് ഇമാമിങ്ങളുടെ മദ്ഹബിലും ഹറാമാണ്. അതാണ് മന്നു സ്വലാത്തിഹിന്ന സ്ത്രീകൾ മയ്യിത്ത് നിസ്കരിക്കൽ ഹറാമാണ്. ലിഅന്നഹു ലാ വജ്ഹ ലിസ്സിഹ്ഹത്തി മഅ ബഖാഇൽ ഫർള്, ഫർള് ശേഷിക്കലോടുകൂടെ
ഒരിക്കലും തന്നെ അതിനു മുമ്പ് ഒരു സുന്നത്ത് സ്വഹിയാകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ സ്ത്രീകൾ പുരുഷന്മാരെ കൂടെ ചെയ്താൽ സ്വഹിയാകും, അതും സുന്നത്തില്ല. പുരുഷന്മാരെ ശേഷം ചെയ്താലും സ്വഹിയാകും, അതും സുന്നത്തില്ല. സുന്നത്തില്ലാത്തൊരു വിഷയത്തിന് വേണ്ടി അതിനുവേണ്ടി വെമ്പൽ കൊള്ളുന്ന ആളുകളാണ് ഇവിടെയുള്ള വിദാത്തുകാർ. അവർക്കാണെങ്കിലോ ഒരു നിയമവും ഒരു മയ്യത്ത് നിസ്കാരത്തിലില്ല. ഒരു ജമാഅത്തേർത്തി ഒരു മയ്യത്തിന് ഇമാമത്തുനിന്ന് ഒരു നാട്ടിൽ അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി അങ്ങനെ എല്ലാവരും കൂടി വരികയല്ലോ. ആ പറുതട്ട മാതിരി തന്നെ കാലിൽ ഷോക്സും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമത്തുനിന്ന് അങ്ങനെ ഫാത്തിഹ ഓതി കഴിഞ്ഞേക്ക് അല്ലാഹു അക്ബർ എന്ന് റുകൂക്ക് പോയി. ഇതുണ്ടായ സംഭവമാണ്.